അവര് ഹർത്താൽ നടന്നിട്ടുണ്ട്. നടക്കുന്നുണ്ട്. അവര് ചെയ്തു വെച്ചതിന് ഉള്ള പ്രായശ്ചിത്വം അവരിപ്പോ ചെയ്യുന്നത്. കാരണം 1964 നിയമം കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആർഎസ്എസിന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമമാണ്. 93 നിയമം കരുണാകരൻ കൊണ്ടുവന്ന നിയമമാണ്. ഈ രണ്ട് നിയമവും പുനവെച്ച കുടിപാർക്കുകയും ചെയ്യാം, കൃഷി ചെയ്യുകയും ചെയ്യാം. അതാണ് പട്ടയത്തിനകത്ത് നിർമ്മാണ പ്രവർത്തനം ചെയ്യുന്നില്ല. ആ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഞങ്ങളതിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. ഭേദഗതി ചെയ്യാമെന്ന് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. പിന്നെ എവിടെ നടത്തുന്ന സമരം ഇപ്പൊ ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പം MP എന്തെങ്കിലും അയാളാണ് തികഞ്ഞ പരാജയമാണ്. പുള്ളിയാലിന്റെ പരിചയക്കാരനൊക്കെ ഉള്ളത് പറയാൻ നമുക്ക് പോകാൻ പറ്റുകയല്ലോ. പിന്നെ അവർക്ക് നിപ്പ് വേണ്ടെന്ന് എന്തെങ്കിലും ചെയ്യണ്ടേ? അവര് കൊണ്ടുവന്ന പാര മാത്രമാണ് ഇപ്പോഴത്തെ പ്രശ്നം. കത്തൂരി തന്നെ റിപ്പോർട്ട്, മാധവദാസ് റിപ്പോർട്ട്, PT തോമസിന്റെ പങ്ക്, അയാൾ പോയി നിർഭാഗ്യവശാൽ. കേന്ദ്രമന്ത്രി അവരൊക്കെ കൂടി ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ മലയോര കൃഷിക്കാരനെ ദ്രോഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ, വിവരമുള്ളവരോട് ചോദിച്ചാൽ പറയും കോൺഗ്രസ്സാണ്. ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടി ആലോചിച്ചെങ്ങനെയോ മലയോര കൃഷിക്കാർ പാവങ്ങളല്ലേ, അവർക്ക് പട്ടയം കൊടുത്തുകളെയാണ്. 1 ഏക്കർ വീതം, അത് 1 ലക്ഷം രൂപയെ താഴെ വാർഷിക വരുമാനമുള്ളവർക്കെന്ന് ആലോചിച്ച വിഡ്ഢികളായ അമ്മമാര് സമരം ചെയ്യുന്നവര്. അതുകൊണ്ട് MM മണിയുടെ അടുത്ത് ഇതൊന്നും പറയണ്ട. അവർക്ക് സമരം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. അത് അവർക്ക് തോന്നും. പിന്നെ അവരുടെ കാലത്തെ കൊല്ലത്തി ഇപ്പൊ ആണങ്ങടെ കൂട്ട് നല്ല റോഡേ നടക്കണ ഞങ്ങൾ വന്നു അടിച്ച ഗവൺമെന്റ് എവിടെ നോക്ക ഇരട്ടിയാർ പഞ്ചായത്തിൽ ചെല്ലേ ഇന്റർനാഷണൽ ഹൈവേ പോലുള്ള റോഡാ പണിതിരിക്കുന്നത്. മണി കട്ടപ്പനയല്ലോ നമുക്ക് നോക്കാം. അല്ല കട്ടപ്പന ഇത് അർജന്റീന തോറ്റു, അതിലെനിക്കറിയാൻ ഖേദമുണ്ട്. എങ്കിലും ജയിച്ചവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനിയുള്ള മത്സരത്തിൽ അർജന്റീന മുന്നിൽ വരുമെന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. ഞാൻ ഏതായാലും അർജന്റീനയെ അനുകൂലിക്കുന്ന ആളാണ്. ഇതിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. വരട്ടെ, നോക്കാം. അവിടുത്തെ കാലാവസ്ഥ ചൂടാ, അത് തന്നെയാ കാര്യം. കാരണം കളിയിൽ അവര് കൂടെ കളിക്കാനില്ല, കുറച്ച് കഴിഞ്ഞപ്പോ മടുത്തു. ആത്മവിശ്വാസം കൂടുതലുണ്ടായിരുന്നു എന്ന് കൂടി പറയും. നിങ്ങളൊക്കെ ഏതാ? സ്കൂളിലെ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ അഭിനന്ദിക്കാനില്ല, പ്രമുഖമായ നിലയിൽ പ്രവർത്തിക്കുന്നല്ലേ. ഇതിന് ഹയർ സെക്കൻഡറി കൊടുക്കുന്നതിന് ഞാൻ അന്ന് ഇടപെട്ടതാ. അച്ഛന്മാരൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇവിടെ ആവശ്യം വന്നിരിക്കുന്നു. ഇതില് വെള്ളയാങ്കുടിക്ക് തങ്കമണി, ചെമ്മണ്ണാറ് NRCT പിന്നെ ഉണ്ട്. NRCTക്കാർ എന്തറിയോ, അന്ന് കേരള കോൺഗ്രസ് കൊണ്ട് കാശ് കൊടുത്തു. അതല്ലാതെ കൊടുക്കാൻ തീരുമാനിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ Zee മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.